അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈ ഡിയർ ഫ്രണ്ട്സ്, സൂര്യന്റെ പ്രകാശം അണച്ചു കളയാൻ ശ്രമിക്കുന്നവനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അസംബന്ധമായി തോന്നുന്നു, എന്നാൽ എക്സ് മുസ്ലിങ്ങളും യുക്തിവാദികളും ഇന്ന് ഇസ്ലാമിനെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പണിയാണ്. അവർ സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടുള്ള ഇന്റർനെറ്റ് വീഡിയോസിന്റെ പ്രളയം തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിന്റെ ഓരോ വശങ്ങളും എടുത്തുകൊണ്ട് അവർ വിമർശിക്കുന്നു. ഇസ്ലാമിന്റെ ചരിത്രം, അതിന്റെ പ്രാക്ടീസുകൾ, അതിന്റെ അധ്യാപനങ്ങൾ, ഇങ്ങനെ ഓരോ വശങ്ങളും അവർ വിമർശനത്തിന് വിധേയമാക്കുന്നു. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദേ ഓഫർ നോ റിയൽ സൊല്യൂഷൻ, നോ റിയൽ വിസ്ഡം, നോ റിയൽ എവിഡൻസ്, ജസ്റ്റ് എൻലെസ് നോയ്സ്. ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് സത്യം അന്വേഷിക്കലോ മനസ്സിലാക്കലോ അല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം അറ്റൻഷനാണ്. അവരുടെ ലക്ഷ്യം പണമാണ്. ചന്ദ്രനെ കല്ലെറിഞ്ഞ് വീഴ്ത്താൻ നോക്കിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഇറ്റ് റിമൈൻസ് അൺഅഫക്റ്റഡ്. അവർ എത്ര വീഡിയോസ് ഇറക്കിയാലും, അവർ എത്ര കളവുകൾ പ്രചരിപ്പിച്ചാലും സത്യത്തിന്റെ രോമത്തിൽ തൊടാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അവർ അവരുടെ വായ് കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനാണ് ശ്രമിക്കുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികൾക്ക് അനിഷ്ടകരമായാലും അള്ളാഹു അവന്റെ പ്രകാശം പൂർത്തിയാക്കുന്നവനാകുന്നു. രണ്ടാളുകളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരാൾ മീനിങ് ഫുൾ ആയി അയാളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, മറ്റേയാൾ വെറുതെ ഇരുന്ന് ഇയാളെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ മുസ്ലിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, യുക്തിവാദികൾ വെറുതെ ഇരുന്ന് വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെ കൊണ്ടാണ് സമൂഹത്തിന് ഉപകാരമുള്ളത്? ഈ വിമർശകർ ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കി പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസമാകുന്നുണ്ടോ? പാവപ്പെട്ടവരുടെ പട്ടിണി മാറ്റാൻ അവർ ശ്രമിക്കുന്നുണ്ടോ? ലോകത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അവർ ശ്രമിക്കുന്നുണ്ടോ? They do nothing but attack Islam. Why? എന്തുകൊണ്ടാണ്? കാരണം അവർക്കറിയാം കോൺട്രവേഴ്സി എന്ന് പറയുന്നത് അത് നല്ലൊരു വിൽപ്പന ചരക്കാണ്. എത്രത്തോളം അവർ ഇസ്ലാമിനെ പരിഹസിക്കുന്നുവോ കളിയാക്കുന്നുവോ അത്രത്തോളം അവർക്ക് വ്യൂസ് കൂടും. മോർ വ്യൂസ് മീൻ മോർ മണി. കൂടുതൽ വ്യൂസ് കൂടുതൽ പണമാണ്. പണിയെടുക്കാതെ പണമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഇരുന്നു കൊണ്ടുള്ള പണിയാണ് ഇസ്ലാം വിമർശനം. സത്യത്തിന് ഡിഫൻഡിങ്ങിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം വിമർശകർക്ക് മറുപടി പറയാത്തത്. ഈ വിമർശകരുടെ എണ്ണം എത്ര കൂടിയാലും ഇസ്ലാമിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ അവർക്ക് കഴിയില്ല. ഇന്നോ ഇന്നലെയോ അല്ല, 1400 വർഷങ്ങൾക്ക് മുമ്പാണ് ഖുർആൻ അവതീർണമായത്. ആ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അത് ഇന്നും അജയ്യമായി തന്നെ അതിന്റെ സന്ദേശം ഈ ലോകത്ത് നിലനിൽക്കുന്നു. മാനവരാശിക്ക് വേണ്ടി ഖുർആൻ വഴികാട്ടിയായി ഇന്നും നിലനിൽക്കുന്നു. എംപയേഴ്സ് ഹാവ് risen and fallen, but the message of Islam remains. And no amount of cheap criticism can change that. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون.